ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു നിർത്തിയ കൺവല്യൂഷൻ്റെ ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യനും പിന്നെ അതിനകത്തുള്ള ഒരു 3 എക്സസൈസ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യണം. പിന്നെ ഒരു പുതിയ ടോപ്പിക് ഉണ്ട്, ഫോറിയർ ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ആ ടോപ്പിക്കുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കൺവല്യൂഷൻ്റെ ഒരു 3 എക്സസൈസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ട്, എൻ്റെ വീഡിയോ വേണം, ഞാനത് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പറോട് കൂടെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് തരുന്നതാണ്. Question: Compute the Fourier transform of convolution of the functions f of x is equal to e raised to minus x square is equal to g of x. അതായത് ഈ ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്? ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ്. ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എന്തിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം? കൺവല്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്നും ജി ഓഫ് എക്സ് എന്നും പറയുന്നത് സെയിം ഫംഗ്ഷനാണ്, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും കൺവല്യൂഷൻ, എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് സ്റ്റാർ ജി. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ഫോമിൽ എഴുതുക? ബൈ കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ബൈ കൺവല്യൂഷൻ തിയറം എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു root 2 pi into Fourier transform of f of x into Fourier transform of g of x. ഇതാണ് കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഫോമുല. ഇനി ഈ ഫോമുല യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ. ആദ്യം എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുക, പിന്നെ ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുക. സപ്പോസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യേണ്ട, സിമിലർലി എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്താൽ മതി. ഇവിടെ രണ്ടും സെയിം ഫംഗ്ഷനാണ്, അപ്പോൾ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം, ദെൻ സിമിലർലി എന്ന് പറഞ്ഞിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സിൻ്റെ ആൻസറും കൂടെ എഴുതാം. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫോമിൽ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√2 pi ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എഴുതി. ഇനി ഇതിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 1/√2 pi ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus x square into e raised to minus I lambda x dx എന്നായി മാറും. That is equal to 1/√2 pi into integral minus infinity to infinity. രണ്ടും ഒന്നുപോലത്തെ ടേംസ് ആണ്. അതായത് എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോമുല അറിയാം. അപ്പോൾ ആ ഫോമുല ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഐ ലാംഡ എക്സ് എന്ന് വരും. അവിടുന്ന് മൈനസ് എക്സ് ഇവിടെ കോമൺ ആയിട്ട് എടുത്താൽ ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ലാംഡ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതായത് ഇവിടുന്ന് മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് ഐ ലാംഡ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് ഐ ലാംഡ എക്സ് എന്ന് പറയുന്ന ഈ ടേം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ സെയിം പ്രോബ്ലത്തിലെ ഫൊറിയർ ട്രാൻസ്ഫോം, ഇതുപോലത്തെ ഒരു ഫൊറിയർ ട്രാൻസ്ഫോമിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, അതൊന്ന് നോക്കിക്കോളൂ. സെയിം പ്രൊസീജിയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ഡിഗ്രി 1 ഉള്ള ടേം ചൂസ് ചെയ്യുക. അതായത് ഇവിടുത്തെ ഡിഗ്രി 1 ഉള്ള ടേം എക്സ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഐ ലാംഡ, അതിനെ ഹാഫ് ചെയ്യുക. ഹാഫ് ചെയ്യാൻ തന്നെ ഇവിടെ ഐ ലാംഡ ബൈ 2, അത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്നിവിടെ ഞാൻ പറയാം, 1/√2 pi ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് ഈ എക്സ് സ്ക്വയർ പ്ലസ് ഐ ലാംഡ എക്സ് എന്നുള്ളതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആക്കുക എന്നുള്ളതിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക എന്നുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിഗ്രി 1 ഉള്ള ടേം എന്ന് പറഞ്ഞാൽ ഐ ലാംഡ എക്സ് ഉള്ള ടേം, അതിൻ്റെ കോയിഫിഷ്യൻറ്റ് ഐ ലാംഡ, അതിൻ്റെ ഹാഫ് ഐ ലാംഡ ബൈ 2, അതിനെ സ്ക്വയർ ചെയ്തു, ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അതാണ് ഐ ലാംഡ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഞാൻ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 1/√2 pi into integral minus infinity to infinity e raised to minus of x square plus I lambda x plus I lambda by 2 the whole square എന്ന് പറയുന്നത്
എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമുല. അപ്പോൾ അതിനെങ്ങനെ എഴുതാം നമുക്ക്? എക്സ് പ്ലസ് ഐ ലാംഡ ബൈ 2 ദ ഹോൾ സ്ക്വയർ. അടുത്ത ടേമിൽ മൈനസ് ഓഫ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ അത് പ്ലസ് ആവും. ലാംഡ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡി എക്സ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോഴേക്കും ദിസ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇതേ സെയിം റിസൾട്ട് x റൈസ് ടു m ഇൻറ്റു x റൈസ് ടു n ഇസ് ഈക്വൽ ടു x റൈസ് ടു m പ്ലസ് എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇ റൈസ് ടു ആ മൈനസ് അകത്തേക്ക് പോകുമ്പം ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് ഐ ലാംഡ ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്തെന്താ x റൈസ് ടു m ഇൻറ്റു x റൈസ് ടു n അല്ലേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇ റൈസ് ടു തന്നെ വരേണ്ടത് ഇൻറ്റു ഇ റൈസ് ടു ഈ മൈനസ് കൂടെ അകത്തേക്ക് വരുമ്പോൾ അത് ഇ റൈസ് ടു മൈനസ് ഓഫ് ലാംഡ സ്ക്വയർ ബൈ 4 ഡി എക്സ് എന്നായി മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ അടുത്ത ഇൻറ്റഗ്രേഷൻ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നതിനകത്ത് എക്സ് എന്ന് പറയുന്ന ടേം ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ അതിനെ അങ്ങ് പുറത്തേക്ക് എടുക്കുവാണ്. 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4നെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ? ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് ഐ ലാംഡ ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? പുട്ട് എക്സ് പ്ലസ് ഐ ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു ടി. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്നാണ് വരുന്നത്. ഇനി ലിമിറ്റ് -∞ ടു ഇൻഫിനിറ്റി എന്നുള്ളത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -∞ ആവുമ്പോൾ ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? -∞ പ്ലസ് ഐ ലാംഡ ബൈ 2 ടിയും -∞ തന്നെയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി പ്ലസ് ഐ ലാംഡ ബൈ 2 എന്ന് പറഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പം ലിമിറ്റിന് വ്യത്യാസമില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ബൈ √2π ഇൻറ്റു integral -∞ ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ ലാംഡ ബൈ 2 മാത്രമാണ് നമ്മൾ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി. ഇനി എന്താ ചെയ്യുക? ഇവിടെ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് പറയുന്ന എന്ത് ഫംഗ്ഷനാണ്? അതൊരു ഈവൻ ഫംഗ്ഷനാണ്. ടി എന്ന് പറയുന്ന ആൾക്ക് നെഗറ്റീവ് കൊടുത്താലും ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ തന്നെ കിട്ടത്തില്ലേ? അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഇയാളൊരു ഈവൻ ഫംഗ്ഷൻ ആയത് കാരണം ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്നുള്ളതിന് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ബൈ √2π ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് എഴുതാം. ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്. integral 0 to infinity e raised to minus m square dm is equal to root pi by 2. ഈ റിസൾട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഇതൊരു റിസൾട്ടാണ്. ഇത് Fourier ട്രാൻസ്ഫോമിനകത്തൊരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ സെയിം റിസൾട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ റൂട്ട് പൈ ബൈ 2 എന്ന് വരുന്ന ഈ റിസൾട്ട് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താവുകയാണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ബൈ √2π ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടിക്ക് പകരമാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? റൂട്ട് പൈ ബൈ 2. ഇനി 2 ക്യാൻസലായി, റൂട്ട് പൈ ക്യാൻസലായി. സോ ആൻസർ എന്ത് കിട്ടി? സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ബൈ √2. അതായത് 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇത് എന്തിൻ്റെ ആൻസറാണ് കിട്ടിയിരിക്കുന്നത്? Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടിയത്. Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാനുള്ളത്? Fourier ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. ജി ഓഫ് എക്സ് എന്ത് തന്നെയായിരുന്നു? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെയായിരുന്നു. നമ്മുടെ എഫ് ഓഫ് എക്സും ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പം വീണ്ടും ചെയ്ത് സമയം കളയേണ്ട, നമുക്ക് എന്ത് തന്നെ എഴുതിയാൽ മതി? സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയത്. ഫോർ സിമിലർലി Fourier ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ കിട്ടിയ ആൻസർ തന്നെ എഴുതിയാൽ മതി. 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4. ഇനി കൺവല്യൂഷൻ തിയറം എന്തുവായിരുന്നു? ബൈ ദ കൺവല്യൂഷൻ തിയറം എന്ന് പറഞ്ഞാൽ Fourier ട്രാൻസ്ഫോം ഓഫ് f star g is equal to √2π into Fourier transform of f of x into Fourier transform of g of x. അതിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവോ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is equal to √2π into Fourier transform of f of x എന്ന് പറയുന്നിടത്ത് 1/√2 into e raised to minus lambda square by 4 into അടുത്ത ബ്രാക്കറ്റിനകത്ത് 1/√2 into e raised to minus lambda square by 4.
ഈ റൂട്ട് ടു ക്യാൻസലായി. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ആൻസർ എങ്ങനെയാണ് വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു 1 by root 2 root 2 cancel ആയി ഒരു root 2 ബാക്കിയില്ലേ, റൂട്ട് പൈ ബാക്കിയുണ്ട്. സോ റൂട്ട് പൈ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്താണ്? എക്സ് റേസ് ടു എം പ്ലസ് എൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റിസൾട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പവറിനെ? റൂട്ട് പൈ ബൈ 2 ഇൻറ്റു പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ഓഫ് ലാംഡ സ്ക്വയർ ബൈ 4 പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പോൾ 2 ലാംഡ സ്ക്വയർ ബൈ 4 ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഓഫ് ലാംഡ സ്ക്വയർ ബൈ 2. ലാസ്റ്റ് ആൻസർ ആയി. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോർമുലയിൽ ഓരോരുത്തരുടെയും ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തു, അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി, ഇൻറ്റു റൂട്ട് 2 പൈയും കൂടെ ചെയ്തു. ലാസ്റ്റ് ആൻസർ കിട്ടിയില്ലേ? ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത്. കൺവല്യൂഷൻ തിയറി യൂസ് ചെയ്യാനുള്ള 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഡിറ്റർമൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട് ഈ 3 ക്വസ്റ്റ്യനിൽ. അപ്പം ഈ 3 ക്വസ്റ്റ്യനും ഒന്ന് തനിയെ ചെയ്യാൻ നോക്കുക. ഇത് ഈ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാനുള്ള ഹിൻറ്റാണ് ഞാൻ ഈ സൈറ്റിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിതുപോലത്തെ പ്രോബ്ലം ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് കൊടുക്കുക. ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓരോന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈവൻ ആണോ ഓടാണോ നോക്കുക. ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് എന്തായാലും ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആകുമ്പം ആദ്യത്തെ ആളെ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതും. 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതേണ്ട കേസ് വന്നാൽ മോഡ് എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എക്സ് ആണ്. അപ്പം അത് മനസ്സിലാൻ വേണ്ടി ഹിൻ്റായിട്ടാണ് ഈ സ്റ്റെപ്പ് ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചേക്കുന്നത്. അടുത്ത 2 ക്വസ്റ്റിനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കുക. ഇ റേസ് ടു മൈനസ് 2 എക്സും ഇ റേസ് ടു 2 ഐ എക്സും ഇതുപോലത്തെ പ്രോബ്ലം ഇ റേസ് ടു മൈനസ് 2 എക്സും ഇ റേസ് ടു മൈനസ് 3 എക്സും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് കൺവല്യൂഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നതാണ്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ടാൽ മതി. ആ പ്രോബ്ലം ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അടുത്ത ടോപ്പിക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് എല്ലാ ടോപ്പിക്കും ആയിട്ടുണ്ട്. ഇനി ഒരു ടോപ്പിക്കും കൂടെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആ ഫോർമുലയിൽ എത്തുന്നതിന് മുമ്പ് നമുക്കറിയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എന്നറിയാം. ഇൻ ടേംസ് ഓഫ് ലാംഡയിൽ നമുക്ക് ആൻസർ കിട്ടുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐ ലാംഡ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇയാളുടെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഐ ലാംഡ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? 3 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ആൻസർ ഐ ലാംഡ ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. ജനറലായിട്ട് പറയുവാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് എൻ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ലാംഡ ദ ഹോൾ റൈസ് ടു എൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു ഐ ലാംഡ ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാൻ നോക്കാം. ആ പ്രോബ്ലം ഇതാണ്. ഗിവൺ ദാറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് Fourier transform of e raised to minus x square is 1 by root 2 into e raised to minus lambda square by 4. Then find Fourier transform of x into e raised to minus x square. Then find Fourier transform of x into e raised to minus x square. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Fourier transform of e raised to minus x square എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം
കൺവല്യൂഷൻ തിയറത്തിനകത്ത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ 1/√2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ചെയ്തില്ലേ? അപ്പോൾ ആ പ്രോബ്ലം തന്നിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോം തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇതേപോലെ ഒരു ടേം തന്നിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുക. ഹെൻസ് ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് അനദർ ഫംഗ്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണോ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒരു -2x. ആ -2 പോയാൽ ബാക്കിയല്ലേ എക്സ് ഇൻറ്റു റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് തന്നെയല്ലേ ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് വീണ്ടും ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോമുലയാണ്. അപ്പോൾ ആ ഫോമുല എന്തുമായിരുന്നു? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവിനകത്ത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് എൻ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ലാംഡ ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ആ ഫോമുല ഞാനിവിടെ എഴുതി. അപ്പോൾ നമുക്കിവിടെ എന്താ ഒരു ഡാഷേ ഉള്ളൂ അല്ലേ? ഒരു പ്രാവശ്യത്തെ ഡെറിവേറ്റീവ് ഇല്ല. എത്ര ഡെറിവേറ്റീവാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവായി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഐ ലാംഡ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോമുല. ദറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ ഇവിടെ? -2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ലാംഡ ഇൻറ്റു ഫോറിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? 1/√2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 1/√2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഈ -2 നമുക്കിവിടെ വേണ്ടല്ലോ, അത് കോൺസ്റ്റൻറ്റും ആണ്. ഞങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ -2 ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു I lambda by √2 into e raised to minus lambda square by 4. ഈ -2നെ കൂടി ഇപ്പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -2 കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ -i ലാംഡ ബൈ 2√2. ആ 2 ഇപ്പുറത്തേക്ക് വന്നതാണേ. ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇതേപോലെ ഇതെപ്പോഴാണ് ഇങ്ങനെ വരുന്നത്? ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമും കൂടെ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാൽ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുവാണെങ്കിൽ നോക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണോ രണ്ടാമതുള്ളതെന്ന് നോക്കുക. ആദ്യം തന്നിട്ടുള്ള ആളുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ഫോമുല യൂസ് ചെയ്യണം? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഈ ഫോമുല യൂസ് ചെയ്യണം. കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ഫസ്റ്റ് ഇയറുകാർക്ക് മാത്രമാണ് പഠിക്കാനുള്ളത്. S1 S2കാർക്ക് മാത്രമാണ് നമ്മുടെ സിലബസിനകത്ത് കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ S4കാർക്ക് MA 202കാരുടെ സിലബസിനകത്ത് കൺവല്യൂഷൻ തിയറം ഇല്ല. അപ്പോൾ ഈ കൺവല്യൂഷൻ തിയറവും ഈ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കും ഇത് രണ്ടും ഫസ്റ്റ് ഇയറുകാർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിക്കാർ നോക്കുകയാണെങ്കിലും സപ്ലിമെൻ്ററിയിലുള്ള കുട്ടികൾ നോക്കുകയാണെങ്കിലും അവർക്കും കൺവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കില്ല. KTUവിൻ്റെ പ്രസൻറ്റ് S2കാർക്ക് മാത്രമാണ് കൺവല്യൂഷൻ എന്നുള്ള ടോപ്പിക് ഉള്ളത്.